ഐശ്വര്യായിട്ട് വലത് കാലം വെച്ച് ഇറങ്ങാല്ലേ? വലത് കാലം വെച്ച് ഇതിന്നാ പറ്റൂലേ? എന്താ എനിക്കറിഞ്ഞോട്ടോ. ഓ പറ്റൂല ഏട്ടാ, ഇടത് കാലേ പറ്റുള്ളൂ. എന്റെ അമ്മേ, ഓ എന്തൊരാശ്വാസം. അടിപൊളിയല്ലേ ഏട്ടാ എന്റെ വീട്? രവീണന്റെ വീടല്ലേ? ഈ വീട്ടിൽ നിന്നല്ലേ എന്നെ കെട്ടിക്കൊണ്ട് പോയത്, അപ്പൊ ഇത് എന്റെ വീടല്ലേ? കെട്ടിക്കൊണ്ടുപോയാലോചിക്കുമ്പോഴാണ് എനിക്കിത് അല്ല കെട്ടിക്കൊണ്ടുപോയ ഓർമ്മകൾ എന്ന് പറയായിരുന്നു. മനസ്സിലാവണുണ്ട് കേട്ടാ. ഒരു സാധനം വണ്ടി വെച്ച് മറന്നിട്ടുണ്ട്, ഇറക്കണ്ടേ മാമൻ? അച്ഛന്മാർ അച്ഛാ എത്തി വാ. മാമ നല്ല ഉറക്കമായിരുന്നല്ലേ മാമ? മക്കളെ, കാരണം ഇന്നലെ ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പോള ഉറങ്ങിയില്ല മക്കളെ, അതുകൊണ്ട് പിങ്കിപ്പെണ്ണുണ്ടായിരുന്നെങ്കിൽ ഒരു സഹായമായി പോയേനെ. അവക്ക് പിന്നെ ക്ലാസ്സിനൊക്കെ പോണ്ടേ മാമ? അല്ലെങ്കിലും എന്തെങ്കിലും കൂടെ സംഭവിക്കുകയാണെങ്കിൽ അവളൊക്കെ മുങ്ങക്കുമല്ലേ അവളൊക്കെ ജോലി. ചേട്ടാ ഒന്നൊന്ന് ഹെൽപ്പ് ചെയ്യ് ചേട്ടാ. പോണെങ്കിൽ പോട്ടെ. ഇങ്ങനെ മോഹം വെച്ചിട്ടിരിക്കണേ, ഇങ്ങനെ മോഹം വെച്ചിട്ടിരിക്കണ എന്ത്? ഞാൻ എനിക്കൊരു കുഴപ്പമില്ല. തന്നെ കണ്ടാലും പറയും. ഒരു വീട്ടിൽ കയറി വരുമ്പോ ഇങ്ങനെയാണോ കയറി പറഞ്ഞത്? എടീ, നമ്മളീ ഗൾഫിൽ കിടന്നുണ്ടാക്കിയ പൈസക്ക് വെച്ച വീട് അടച്ചിട്ട് ഇവിടെ നിൽക്കണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ പറയണേ? നമ്മുടെ വീട് നമ്മൾ വാടക കൊടുക്കുന്നു, അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുന്നു, അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്, വിഷമിക്കാണോ ചെയ്യേണ്ടത്? അതല്ലടി, സ്വന്തം വീട് കളഞ്ഞിട്ട് ഇവിടെ വന്ന് അച്ചി വീട്ടിൽ വന്നിരിക്കുന്ന ഒരു നാണക്കേട്. അച്ചി വീടാ? അതെന്തൊരു വർത്താനം ചേട്ടൻ പറയണത്? ഭാര്യയുടെ വീട്ടിൽ വന്ന് താമസിക്കാൻ അത്ര കുറച്ചിലൊന്നും അല്ല കേട്ടാ. രവി ഏട്ടൻ ട്രാൻസ്ഫർ ആയി പോണോണ്ട് ഒന്ന് ഇവിടെ വന്ന് നിൽക്കുമോ എന്ന് ചോദിച്ചു. വീട് അടച്ചിട്ടാ പൊടി പിടിക്കുമല്ലോ എന്ന്. അവരെ വിളിച്ചിട്ടല്ലേ നമ്മൾ ഇവിടെ ഒന്ന് താമസിക്കണം, പിന്നെ എങ്ങനെ വലിഞ്ഞു കയറി പറഞ്ഞാവും? ചുമ്മാ ഒന്നും ആലോചിക്കാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞോളൂ. നീ എന്താ എഗ്രഹിച്ചിരിക്കുന്നത് ഇവിടെ? സെന്റ് അടിച്ചിരിക്കുകയാണ്. എന്തിനു സെന്റ് അടിച്ചിരിക്കുന്നത്? ഭാര്യയുടെ വീട്ടിൽ വന്ന് നിൽക്കണത് നാണക്കേടാണ്. എന്താ നാണക്കേട്? എന്റെ ചേച്ചിയുടെ വീടല്ലേ ഇത്? കണ്ട മാമന് പോലും അറിയാം ചേട്ടനാണ് ചുമ്മാ ആവശ്യമില്ലാതെ. എന്തോ മാമ നോക്കണേ? അല്ല, ഞാൻ ഈ വർഷാപ്പിഴ എവിടെ സ്ഥലം ഉണ്ടെന്നൊക്കെ നോക്കിയാണ്. ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഇല്ലേ? ചിരിക്കണ എന്റെ വീട് അവിടെ വാടകയ്ക്ക് കൊടുത്തിട്ട് ഇനി കൊടുത്തവരൊക്കെ നേരം നോക്കുമെന്ന് ആലോചിച്ച് ഞാൻ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ചിരിക്കുന്നു. അയ്യോ ചേട്ടാ, വക്കീല് ലീലാമണി ചേച്ചി ഉണ്ടല്ലോ, ക്ലിയർ ആയിട്ട് നോക്കും വീട്. വാടകയും കറക്റ്റ് സമയത്തിന് തരും. തരുന്ന് മക്കളെടാ, ഇങ്ങോട്ട് വാ. തുളസിക്കുണ്ടല്ലേ ആട്ടോക്കാരൻ, അവന് മണിക്കൂർ ഒറ്റ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മക്കളെ വാ വാ വാ, ഇങ്ങോട്ട് വാ, കയറി വാ. ഇതങ്ങോട്ട് വായി എടുത്ത് തരാം. വിളി. ഓ, എവിടെ ആദ്യം താമസത്തിന് പോയാലും വലത് കാലി വെച്ചേ കയറാം. ഞാൻ വലുതല്ലേ വെച്ചത്. ഇപ്പൊ എന്തോന്നു മാമ? നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വലത് കാലി വെച്ചേ കയറാം. അയ്യേ, അത് ഇടത്തെ കാലല്ലേ? ഓ, ഇടത്തെ കാലം. അപ്പം വലത് കാലി. ശരി. 1 2 3. ചേട്ടാ ചേട്ടാ ചേട്ടാ, വിഷമിച്ചിരിക്കണ? എന്താ വിഷമിച്ചിരിക്കണ? നോക്ക്, നമ്മൾ കൊറേ ആലോചിച്ചെടുത്ത തീരുമാനമല്ലേ ഇത്? ആലോചിച്ചൊക്കെ എടുത്ത തീരുമാനം തന്നെ. പിന്നെന്തിനിങ്ങനെ വിഷമിച്ചിരിക്കണ? എന്തോ ഒരു ഇതാ. രവിയേട്ടന്റെ വീട്ടിൽ വന്ന് നിൽക്കണാണ് അപ്പൊ പ്രശ്നം. തിരിച്ചു പോവാം. പിന്നെ എന്തോന്ന് വേണം? ആ ലീലാമണി ചേച്ചി വാടക ആരുടെ തരും? അതാണ് കാര്യം. എന്റെ എന്നെ തരണം. എന്ത്? ഞാനാണ് കൈകാര്യം ചെയ്യാൻ പോണത്. ഞാൻ കൈകാര്യം ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ കറക്റ്റ്. ബെസ്റ്റ് ആയിരിക്കും. ചേട്ടന്റെ ഓട്ടോക്കേക്ക് ചേട്ടൻ വാടക കൈകാര്യം ചെയ്താൽ സൂപ്പർ ആയിരിക്കും. ഞാൻ ഒരു കാര്യം പറയാം, നീ അങ്ങോട്ടുള്ള ലൈഫിൽ ആകെ സപ്പോർട്ടീവ് വാടകയുടെ വരുമാനമാണ്. അത് ഓർമ്മ വേണം. അതുകൊണ്ട് എന്റെ കൈ ഓട്ട കയ്യാ? ഓ, എത്ര കോടികളിട്ട് കളിച്ചാണ് എന്റെ കൈ നിനക്കറിയാമോ? എന്നിട്ട് എവിടെ ആ കോടികളൊക്കെ? ഞാൻ കുറച്ച് കടിച്ചു തിന്നിട്ട് അങ്ങ് വിഴുങ്ങി. എനിക്ക് പറയാനുള്ളൂ. വിഷമിച്ചിരുന്നല്ലോ എന്ന് ആലോചിച്ച് സംസാരിച്ചപ്പോ ദേഷ്യം കാണിക്കണ.
ഇതിന്റെ കിഴക്ക് ദർശനം ഇത് ഓ ഇങ്ങോട്ടായിരിക്കും ആ ഇവിടെ തന്നെ അപ്പം ദർശനം അങ്ങോട്ട് എത്ര വണ്ടിയിടാ ഇവിടെ ഇവിടെ ഒരെണ്ണം ഇങ്ങനെ കയറ്റിയില്ല ഒന്നവിടെ അങ്ങോട്ട് കയറ്റിയില്ല ഇത് മതി ആ ഇവിടെ തന്നെ ചെയ്യാം ആശാനെ ആശാനെ നീ വിളിച്ച് കൂവെന്ന് വേണ്ടടേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഈ വണ്ടി നീ എങ്ങനെയാണ് ഓട്ടിക്കുന്നത് ഇടത്തോട്ട് പിടിക്കുമ്പോൾ വലത്തോട്ട് പോകും വലത്തോട്ട് പിടിക്കുമ്പോ ഇടത്തോട്ട് പോകും ബ്രേക്കും ഇല്ലടാ ഇല്ലേ ആശാനെ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് ഡേയ് ഹാൻഡിൽ എന്തൊരു സ്റ്റക്കടത് ഇത് എങ്ങനെ നീ ഓട്ടിക്കണത് അത് മാത്രമല്ല വണ്ടി എന്തൊരു കുടുക്കൂടാ പെറ്റി വണ്ടിയല്ലേ ചെക്ക് കുലുക്കം ഉണ്ടാവും. ആ പുലിക്കൊക്കെ ഉണ്ടാവും അത് ശരി തന്നെ നിങ്ങൾ ഇതാ ഇങ്ങോട്ട് നോക്ക് ഇതെന്തരി കിളവി കിടക്കണേ ഇതരി കണ്ട അയ്യോ ആയിലും ഗ്രീസൊന്നും ഇല്ലേടെ വണ്ടിയില് ഗ്രീസും ഓയിലെല്ലാം ചെക്ക് ചെയ്താണ് വരുന്നത്. സംഭവമൊക്കെ ശരി തന്നെ പക്ഷെ എങ്കിലും വണ്ടിക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും വണ്ടി ഇവിടെ ഇട്ടിട്ട് പോയി നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഞാൻ ശരിയാക്കി വെച്ചേക്കാം. ആശാനൊന്ന് ഇറങ്ങിക്കേ, ഞാനൊന്ന് പോട്ടുന്നേ, എനിക്ക് വേറെ പണിയുണ്ട് പോയിട്ട്. അപ്പം വണ്ടി ശരിയാക്കണ്ടേ അത് വേണ്ടെന്ന് ആശാനൊന്ന് ഇറങ്ങിക്കേ. ആഹാ അല്ല ഇവിടെ കിടന്ന് ഞാൻ ശരിയാക്കി വെച്ചേക്കാം അതാണ് ഉള്ളതാണ് പറഞ്ഞത്. അതിന്റെ ആവശ്യമില്ല, ആശാനൊന്ന് ഇറങ്ങിക്കേ. ഓഹോ ശരി വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് എന്തര് അത്ര തന്നെ കഷ്ടം തന്നല്ലേ. ഒരു ആട്ടോ പൊളിച്ച് നോക്കാന്ന് വിചാരിച്ചാണ് ഒത്തില്ല. ബെസ്റ്റ് ചേട്ടാ ഇവിടെ വന്നിരിക്കുവാണ്. ആ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരെ എത്ര നേരം കൊണ്ട് ഞാൻ പറയണേ ചേട്ടാ. ആ വാടകയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാവട്ടെ, എന്നിട്ട് നമുക്ക് ഹെൽപ്പാം. എന്തൊരു സ്വഭാവം ചേട്ടാ ഇത്. എന്തോ എന്തിനു ചേട്ടൻ ഇപ്പൊ വാടക? എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്ന് ഞാൻ എന്ത് ചെയ്യണം? അത് ആവശ്യം വരുമ്പോ നോക്കിയാ പോരെ, ഇപ്പോഴേ പറയണ എന്തിന്? ആ ഇപ്പോഴേ പറയണം. ആ അത് ആവശ്യം വരുമ്പോ നോക്കാം. മക്കളെ ഈ ശങ്ക ഇവിടെ എവിടെയെങ്കിലും തൂക്കിയിട്. ഇത് ശങ്ക് ഇതാ ഇത് മഹാരാജാവ് എനിക്ക് സമ്മാനമായിട്ട് തന്നതാണ്. വാ നല്ല രഹസ്യം പൊളു, നട്ടാ കൊടുക്കാത്ത പൊളു. മക്കളെ പുള്ളൊന്നുമില്ല കേട്ടാ. എന്തിനു തന്നത് സമ്മാനമായിട്ട്? മക്കളെ പണ്ട് മഹാരാജാവിന്റെ കാറുകൾ ഞാനാണ് നന്നാക്കിക്കൊണ്ടിരുന്നത്. മാമന ഓ അതിന് അദ്ദേഹം എനിക്ക് തന്ന സമ്മാനമാണ് ഈ ചങ്ക്. നല്ല പഷ്ട് സമ്മാനം. എന്തിനു വേണ്ടത്? മാമാ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉണ്ട് തൂക്കിയിട്. ചേട്ടാ ഒരു ഐഡിയ പറയാതെ എവിടെ വെക്കാം? എനിക്ക് അറിഞ്ഞൂടാ രാജാവിന്റെ പുട്ടും കടലെന്ന് വെക്കാനുള്ള സ്ഥലം. നിങ്ങളങ്ങ് വെച്ചാൽ അത് എവിടെയെന്ന് വെച്ചു. എന്തടേ എനിക്ക് വീട് മാറി വന്നതിന്റെ വിഷമം തീർന്നില്ലേ? അയ്യോ വീട് മാറി വന്നതിന്റെ വിഷമമൊന്നും അല്ല ഇത്. പിന്നെ ഇത് പ്രശ്നം വാടകയാണ്. വാടക? ഓ ആ വീടിന്റെ വാടക മൊത്തം ചേട്ടന് വേണം. വാടക ഇവന് വേണമെന്ന്? ബസ്റ്റ് അപ്പൊ ആ പൈസയും പോയി കിട്ടി. അല്ല പോയ കിട്ടിയെന്ന് മനസ്സിലായില്ല. പോയി കിട്ടിയതൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ പോയ കിട്ടാ ഞാനല്ലേ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ഓഹോ നീയാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്? ഞാനായിരുന്നു. അപ്പൊ ഞാൻ ഒന്നും ചെയ്തില്ല ഇവിടെ. ഒന്നും ചെയ്തില്ല. ഇല്ല എടാ, നീ ആ കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. നാക്കെടുത്ത കള്ളത്തനം പറയുന്നത് കേട്ടോ. വല്ലപ്പോഴും ഗൾഫിൽ ഇരുന്നിട്ട് 3,000 രൂപ 5 അങ്ങോട്ട് തരും. എന്നിട്ട് അതും 6-7 മാസം കഴിഞ്ഞാണ് അയച്ചത്. ആ 3,000-5,000 രൂപ വെച്ച് അവിടെ ഒരു വർഷോപ്പ് കിട്ടി, അതിനകത്ത് കുറെ ടയർ വിട്ട്, അതിനകത്ത് കുറച്ച് പല്ലിയെ വളർത്തിയല്ല. എന്റെ ഭർത്താവിനെ മാത്രം നീ പറയുന്നു. അത് ഉള്ളോണ്ട് നീയൊക്കെ വെള്ളം കുടിച്ചത് അറിയാ. നിർത്ത് പ്ലീസ്, നിർത്ത്. മക്കളെ ഇതൊക്കെ ഇവന്റെ ഒരു നമ്പരാണ് കേട്ടാ. നമ്പറാണ് ഞാനൊന്നല്ല എവളായിരിക്കും. ഞാൻ എന്തോന്ന് കാണിച്ച്? നിന്റെ വീട്ടിൽ താമസിക്കുന്ന ജാടല്ലേ എഴുതി ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നു. എന്തൊരു വൃത്തിയുടെ കേട്ടാ പറയണത്. ഞാനെപ്പ പറഞ്ഞു എന്റെ വീട് നിന്റെ വീടെന്നൊക്കെ? മോശം കേട്ടാ അനാവശ്യം പറയണത്. പൈസ കാര്യം പറയുമ്പോ പിന്നെ എന്തോ കാണിക്കണം? പൈസയാണ് വിഷയെങ്കിൽ ചേട്ടൻ വല്ല പണിക്കൂ. ഓഹോ ഞാൻ പോണി, ഞാൻ ഗൾഫിൽ പോകാൻ പോണം. അയ്യോ കൊറേ കേട്ടിട്ടുണ്ട് കേട്ടോ. കൊറേ കേട്ടിട്ടുണ്ടോ നീ? എന്നാ ഒന്നും കൂടെ കേട്ടോ, ഞാൻ പോണം. ഓ ശരി. എന്ത് മാമാ? ഒന്നുമില്ല, ഫ്രീ ആയിട്ടിരിക്കാണ്. എന്ത് എന്നെ ഒന്ന് സഹായിക്കോ ഇതൊക്കെ അടുക്കി പറക്കി വെക്കാൻ? ഓ
വർക്ക്ഷോപ്പിൽ അടുക്കി പറിക്കാൻ കിടക്കുകയും ഞാൻ കടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത് അടുക്കി വെച്ചിട്ട് വരാം. എന്ത് വെക്കണം? ഓ ശരി. മക്കളെ, അല്ല ഞാൻ ഈ വീട്ടിൽ ആരാണ്? ഞാനേ ഈ വീട്ടിൽ ആരാണ്? മാമൻ. മാമ മാത്രമേ ഉള്ളൂ. ഒന്ന് ആലോചിച്ചോ. എന്തോന്നു? ഒന്ന് ആലോചിച്ചോക്കളെ. ഒരു കാരണവരെ പോലെ അല്ലേ ഞാൻ? കാരണവരെ പോലെ കാരണവരാണ്. തന്നെ കാരണവർ തന്നല്ലേ? ആ അപ്പോഴേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടതാര്? മാമൻ തന്നെ തന്നല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ അവിടുത്തെ വാടക പൈസ അത് എൻ്റെ തന്ന ഞാൻ എല്ലാ കാര്യവും നോക്കി നടത്തും മക്കളെ. മോനും കൊള്ളാം അച്ഛനും കൊള്ളാം. ഇതിനാണ് ഇവിടെ കറങ്ങി നിക്കണേ അല്ലേ? നടക്കൂല മാമ. അതെന്ത് മക്കളെ, എന്നെ വിശ്വാസമല്ലേ? ഒട്ടുമില്ല. ആ കിട്ടണ പൈസക്ക് മൊത്തം വെള്ളം അടിച്ച് തീർക്കും മാമൻ. ഒന്നും ഞാൻ കൂടെ ഒന്നും അടിക്കില്ല. പിന്നെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കണം മക്കളെ. അത് ഞാൻ നോക്കി നടത്തിയാൽ നടക്കൂലേ? എനിക്കൊരു കാര്യം ചെയ്യാം. 50-50 ആക്കിയല്ല. നല്ല ഐഡിയ. തോന്നുന്നു മാമ എന്റെ അടുത്ത് കച്ചവടം സംസാരിക്കണ. 25%. മാമന് വർക്ക്ഷോപ്പിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നല്ലേ പറഞ്ഞ? ചെല്ലും മാമ, ചെല്ല്. എന്തെങ്കിലും കിട്ടൂല. മക്കളെ നീ മക്കളെ സുഖമാണ്? സുഖാണ്. പൊക്കം വെച്ചേട്ടാ? അപ്പച്ചൻ നല്ല തടിയും വെച്ചിട്ടുണ്ട്. ആണോ? അത് മാത്രം എത്ര ശ്രമിച്ചാലും കുറയണില്ലടി. ടൈറ്റ് ചെയ്താ മതി. അത് നടക്കൂല. അപ്പച്ചൻ നല്ല തിന്നുന്നുണ്ടെന്ന് തോന്നണം. എടി ഞാനല്ല, ആ രാമേട്ടൻ കഴിക്കണ കണ്ടാണ് ഞാൻ തടി വെക്കണെന്ന് തോന്നുന്നു. അതൊക്കെ പോട്ട് ഇതെന്തോന്ന്? ഇത് നിങ്ങൾ താമസം മാറിയെന്ന് അറിഞ്ഞ അമ്മ കുറച്ച് കറികൾ തന്നയച്ചാൽ നിങ്ങൾ ഒന്നും വെച്ചിട്ടുണ്ടാവില്ലല്ലോ. താങ്ക് യു. കാർത്തു, നിനക്ക് ക്ലാസ് ഉണ്ടാ? ഇന്ന് നാളെ ഇല്ല. ഇല്ല? ഇല്ല. ഇപ്പൊ ഫ്രീ ആണോ? ഫ്രീ ആണ്. എങ്കിൽ എന്നെ ഒന്ന് സഹായിക്കൂ. ഇഷ്ടംപോലെ പണി കിടക്കണേ. അല്ല, ഇപ്പൊ ട്യൂഷന് പോണം. നീ അല്ലേ പറഞ്ഞ ക്ലാസ് ഒന്നും ഇല്ല എന്ന്? പെട്ടെന്ന് എങ്ങനെ ട്യൂഷൻ വന്ന? അല്ല, ഇപ്പോഴാണ് ഓർത്താന്ന്. നീ ആ പിങ്കിയുടെ കൂട്ടുകാരിയല്ലേ? അപ്പൊ അങ്ങനെയല്ലേ വരൂ. പഠിച്ചില്ലെങ്കിൽ അപ്പച്ചനെ പോലെ ആയാലോ? ആ ആയാ. നീ ചായ കുടിച്ചാ? ഇല്ല. ചായ എടുക്കട്ടാ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അടുക്കളയൊക്കെ സെറ്റ് ചെയ്തിട്ട് ചായ ഇടാം. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കുടിച്ചോളാം. വേണ്ട, ഞാൻ വീട്ടിൽ പോയി കുടിച്ചോളാം. ട്യൂഷൻ ഉണ്ട്, അമ്മ വഴക്കുറേ. കാർത്തു, എവിടെ പോണ്? എന്ത് പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ? എന്നാ ഒന്ന് അറിഞ്ഞിരിക്കാം. ആ പറഞ്ഞല്ലോ. എന്തോന്ന്? ഞാൻ വീട്ടിൽ പോണു. വീട്ടിൽ പോണോ? ഗൾഫിൽ പോണെന്നല്ലേ പറഞ്ഞത്? ഗൾഫിൽ പോണു. ചിലപ്പോ അതിന് 2-3 ദിവസം എടുക്കുമായിരിക്കും. അതിന് മുമ്പ് ഞാൻ ഒന്ന് വീട്ടിൽ പോകും. വീട്ടിൽ എന്തിനു പോണാന്ന്? വീട്ടിൽ എന്തിനു പോണെന്ന്? അതെന്റെ വീടാണ്, ഞാൻ അവിടെ പോണം. ഇല്ല ചേട്ടാ, ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഗൾഫിൽ പോകും ഞാൻ അറിഞ്ഞു. എത്ര പെട്ടെന്ന് ഞാൻ ഗൾഫിൽ പോകും? ചിലപ്പോ 1 മാസം എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ 2 മാസം എടുക്കും. അത്ര തന്നെ താമസം. അല്ല, അത്രയും നാൾ അപ്പൊ എവിടെ നിൽക്കും? അത്ര നാളെ ഞാൻ എന്റെ വീട്ടിൽ നിൽക്കും. ചേച്ചി വാടക കൊടുത്ത വീട്ടിൽ നിൽക്കാൻ പോണോ? വാടക കൊടുത്ത വീട്ടിൽ നിന്ന് അതെന്ത് ചേട്ടാ, ഒരു മര്യാദയാണോ? ഞാൻ അവിടെ ഒരു മുറി ഞാൻ അവിടെ തന്നെ ചോദിക്കും. എന്നിട്ട് ഞാൻ അവിടെ അങ്ങ് വാടക താമസിക്കും. മനസ്സിലായോ? വേണമെങ്കിൽ ഞാൻ 1000-2000 വാടക അവർക്ക് ഞാൻ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ അതിന് പൈസ എവിടെ നിന്ന്? അതിന് പൈസ ഞാൻ അധ്വാനിച്ചു കൊടുക്കൂടി. ഞാൻ അധ്വാനിച്ചു കൊടുക്കും. ചേട്ടൻ അധ്വാനിച്ചു കൊടുക്കും. എന്ത് നല്ല കോമഡി. ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് എടുത്ത് എഴുതി വയ്ക്കാത്തത്? എന്റെ ചേട്ടാ, ഇത്ര നാടകം കളിക്കണ എന്തിനാണ്? ആ വാടക പൈസക്കല്ലേ? ആ വാടക പൈസ തന്ന പ്രശ്നം തീരുവോ? തീരുവോ? എന്നാ ഞാൻ ചേട്ടന് തരാം. എന്നിട്ട് ഞാൻ വീട് വിട്ടിറങ്ങാം. ഓഹോ, അപമാനിപ്പിച്ചത്. ശരി. പിന്നെ അല്ലാതെ ചേട്ടൻ ആ പൈസ നീ കൊണ്ടുവച്ച് ചൂടിന് തരണ്ടടി. നീ കൊണ്ടുവച്ച് തിന്നെ, അർദ്ധർത്ത് തിന്നത് എനിക്ക് തരണ്ട. ഇങ്ങോട്ടോ, ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞ സമാധാനം. അങ്ങോട്ട് വരണമെന്നില്ല. ഇങ്ങോട്ട് വാ ചേട്ടാ. അതിന്റെ ആവശ്യമില്ല. പറയണേക്ക്. ഞാൻ പോണ്, എനിക്ക് ഇനി അതിന്റെ ആവശ്യമില്ല. ചേട്ടാ, ഇത്രയും നാള് ചേട്ടൻ ഉണ്ടാക്കിയ പൈസ, ഗൾഫിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ, അത് വെച്ച് നമ്മൾ പുട്ടടിച്ച് ജീവിച്ചു കഴിഞ്ഞ്. ഓ, ഇനി അതിൽ കുറച്ചെന്തോ ബാക്കിയുള്ളൂ. കുറച്ചുണ്ടല്ലോ, അത് മതിയാ? ഇനി അങ്ങോട്ടുള്ള ജീവിതം മുന്നോട്ട് പോണ്ടേ? അതിന് ഈ വാടകയാണ് എന്റെ ഏക പ്രതീക്ഷ. അത് ചേട്ടൻ അത് നശിപ്പിക്കാനാ?
നിനക്ക് എന്നെ എന്തെല്ലാം കുറ്റം പറഞ്ഞാൽ തീരും നിനക്ക്? പിന്നല്ലാതെ ഒരു വാടക നിനക്ക് ഞാൻ ഓട്ടക്കയ്യൻ, ഞാൻ പുട്ടടിച്ച് തീർത്തു അല്ലേ? എന്നിട്ട് ഞാൻ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഓരോ അരിമണി പോലെ ഉണ്ടാക്കിയ പൈസ വെച്ച് വെച്ച വീട്ടിൽ വാടക എനിക്ക് നിനക്ക് തരാൻ പറ്റില്ല. ഓ ഇപ്പൊ അത് എന്റെ വീടെന്നൊക്കെ അല്ലേ? ഇപ്പോഴെന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോഴും എന്റെ വീട്ടിൽ. അപ്പൊ ഞാൻ ആരായി? നീ ആരാണ് നിനക്ക് അറിഞ്ഞോളി. ഞാനൊരു കാര്യം പറയട്ടാ, ആ വാടക 20,000 രൂപ ചേട്ടൻ്റെ കയ്യിൽ തന്നാ അത് 5 നിക്കർ ഒരു ഷൂ ആയിട്ട് മാറും. സത്യം തന്നെ. 5 നിക്കർ ഷൂവോ ഞാൻ വാങ്ങിക്കണത്? ഞാൻ എപ്പോ വാങ്ങിച്ചില്ല 5 നിക്കർ ഷൂ? എപ്പോഴും ഇവിടെ ചെരുപ്പ് ഇവിടെ, എന്റെ ചെരുപ്പ് അവിടെ കാലില്. ആ വിളിങ്ങോട്ട് ഞാൻ പോണം. ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ഇത്ര അപമാനം കൂടെ സഹിച്ചു ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താണ്? ഇങ്ങോട്ട് വാ ചേട്ടാ, ഇങ്ങനെ കഥാപ്രസംഗം അടിക്കാൻ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട്. ചേട്ടൻ എന്തെല്ലാം കാണിച്ചാലും ശരി, ഞാൻ ആ പൈസ തരാൻ പോണില്ല. തരാൻ പോണില്ലേ? ഇല്ല. ഇതിനാണ് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ആ പിന്നെ കുറെ നേരെ ഓവറായി പോയ എന്തൊക്കെയായിരുന്നു. പൈസ കൊടുക്കല്ലേ മോളെ, എന്നിട്ട് നൈസിനാ ചെന്ന് ചോദിച്ചിരിക്കണ. എന്താടാ നിനക്ക് എന്ത് അറിഞ്ഞു കേട്ടോ, എന്തിനാ അറിഞ്ഞു നീ? ചെന്ന് നൈസിനാ പൈസ ചോദിച്ചേക്ക. പൈസ ചോദിക്കാൻ എന്റെ ആവശ്യം ഞാൻ പൈസ ചോദിച്ചു, നിന്റെ ആവശ്യം നീ പോയി ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചെങ്കിൽ ഞാൻ ഡയറക്റ്റ് അല്ലേ ചോദിച്ചത്, വളഞ്ഞ വഴി കൂടെ അല്ലല്ലോ. നീ സംസാരിക്കണ്ടോ? അത് എനിക്ക് സംസാരിക്കണം അച്ഛൻ്റെ അടുത്ത്. ആ ലീലാമണി ചേച്ചി എന്നെ ഏൽപ്പിച്ച അഡ്വാൻസ് ഫുള്ള് അതിൻ്റെ അകത്തുണ്ട്. എനിക്കിനി 1 രൂപ പോലും വേണ്ട. ഒറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാം, ഇതാ ചേച്ചിക്ക് തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്. അതൊന്നും ഓർത്തിരുന്നാൽ മതി. മക്കളെ എനിക്ക് വേണ്ട മക്കളെ, നീ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ മക്കളെ. വേണ്ട മാമ, വേണ്ട. ഇങ്ങനെയൊന്നും അല്ലല്ലോ മാമ നേരത്തെ പറഞ്ഞത്. ഇത് 50-50 25% അങ്ങനെയൊക്കെ അല്ലേ പറഞ്ഞത്? മക്കളെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. എനിക്ക് 5 പൈസ വേണ്ട മക്കളെ, സത്യമായിട്ട് ഞാൻ പറഞ്ഞു. എനിക്ക് 5 പൈസ മാമന് വേണ്ടായിരിക്കും, വേണ്ട വേറെ ചിലവരും ഇവിടെ ഉണ്ടല്ലോ. അതെനിക്കാണ് കണ്ടല്ലോ എത്ര ഉണ്ട്? എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ അഡ്വാൻസ് എത്ര കിട്ടിയെന്ന്? 3 മാസത്തെ അഡ്വാൻസ് 60,000 രൂപ ഉണ്ട്. 1 രൂപ ചോദിക്കായിരുന്നു. ഓ ചോദിക്കാത്തുണ്ട്. ഇപ്പൊ ഇതിൽ എത്ര ഉണ്ട്? അത് ഫുള്ള് ഉണ്ടെന്ന്. സാധനം ഇപ്പൊ എവിടെ കൊണ്ട് വെക്കും? ഇത് എന്തൊരു മാറ്റം പോയി. ചിന്നുവേ അച്ഛ അവിടെ വന്നല്ല. എന്തൊരു ചിന്നു പാല്. പാല? ഓ നമ്മളൊരു പുതിയ വീട്ടിലൊക്കെ വരുമ്പോ പാല കാച്ചി കൊണ്ടേ തുടങ്ങാൻ. അതിനാണോ പൈസ എടുത്തത്? ആ വല്ല വേണ്ട എന്റെ അതെ എന്നെ ചോദിച്ചാ പോലെ ഞാൻ തരൂലേ. കാച്ചേട്ടാ കാച്ചു മക്കളെ കാച്ച്. ചേട്ടാ അത്രയും എടുക്കും. എന്താ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ വേണം. തന്നെ തന്നെ 100 രൂപ എന്നെ കൊണ്ടുപോയത്, ബാക്കി 75 രൂപയുടെ പാലിന്റെ പൈസയും പോയിട്ട്. ഉരുളയ്ക്ക് പേര്